പ്രൈവറ്റ് 6 ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ. അമേരിക്കയുടെ ആയുധപ്പുര കാലി. ട്രംപിന് മുന്നറിയിപ്പുമായി പെന്റഗൺ. ഇറാനെതിരെ പൂർണ്ണമായ യുദ്ധത്തിലേക്ക് കടക്കാൻ ആവശ്യത്തിന് മിസൈൽ ശേഖരമില്ലെന്ന് ഉദ്യോഗസ്ഥരുടെ മുന്നറിയിപ്പ്. വൈറ്റ് ഹൌസിന് യാഥാർത്ഥ്യത്തെക്കുറിച്ച് പൂർണ്ണ ബോധ്യമില്ലെന്ന് മുന്നറിയിപ്പ്. ഇറാനെതിരെ സൈനിക നീക്കം ശക്തമാക്കാൻ ട്രംപ്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിന് പിന്തുണയുമായി കോൺഗ്രസ്. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. വി.ഡി. സതീശനും കെ.സി. വേണുഗോപാലും പ്രിയങ്ക ഗാന്ധിയും ഒപ്പം. വിശ്വനാഥും കൊടിക്കുന്നിൽ സുരേഷും അറസ്റ്റിൽ. ജിതേന്ദ്ര സിംഗുമായി ചർച്ച നടത്തി രാഹുൽ. തലക്കെട്ട് വിവാദത്തിൽ ദേശാഭിമാനിയിൽ നടപടി. വാരാന്ത പതിപ്പിന്റെ കെ.ആർ. അജയനെ മാറ്റി. പാർട്ടിയെ തുടർച്ചയായി പ്രതിസന്ധിയിലാക്കുന്നതിൽ കടുത്ത അമർഷത്തിൽ CPM. കള്ളൻ വിജയൻ ലേഖനം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച് എഴുത്തുകാരൻ. പാലാ നഗരസഭയിൽ കേരള കോൺഗ്രസ് കോൺഗ്രസ് സഖ്യം വരുന്നു. UDF ഭരണം വീണു. LDF അവിശ്വാസം പാസായി. 4 കോൺഗ്രസ് അംഗങ്ങളും കോൺഗ്രസ് വിമതയും പിന്തുണച്ചു. കോൺഗ്രസ് അംഗങ്ങൾ എത്തിയത് വിപ്പ് ലംഘിച്ച്. സിക്കിം ടണൽ അപകടത്തിൽ മരണം 11ആയി. നിരവധി തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നു. മീഥെയിൻ വാതകത്തിന്റെ അളവ് ഉയർന്നത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി. അപകടമുണ്ടായത് ഇന്നലെ വൈകിട്ട്. യുക്രൈനിൽ കൊല്ലപ്പെട്ട മലയാളി നാവികന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ തീവ്ര ശ്രമം. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശി അഖിൽ ജോയൽ മരിച്ചത് റഷ്യൻ ആക്രമണത്തിൽ. റഷ്യയെ കടുത്ത പ്രതിഷേധം അറിയിച്ച് വിദേശകാര്യ മന്ത്രാലയം. നിതിൻ രാജിന്റെ മരണത്തിൽ അന്വേഷണ സംഘത്തിൽ മാറ്റം. ആഭ്യന്തര വകുപ്പ് നടപടി. കുടുംബം അതൃപ്തി അറിയിച്ചതോടെ MK റാമിന്റെ ജാമ്യത്തിൽ. DGPയോട് വിശദീകരണം തേടി മന്ത്രി. അമ്മയുടെ വനിതാ മക്കൾ തമ്മിൽ തല്ലു തുടരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ആരോപണ വിധേയർ താൻ ഉള്ളിടത്തോളം കാലം അമ്മയുടെ തലപ്പത്ത് വരില്ലെന്ന് ശ്വേത. കുറ്റാരോപിതർ ആരൊക്കെയെന്ന് ശ്വേതാ മേനോൻ വ്യക്തമാക്കണമെന്ന് നടി മാല പാർവതി. രാഷ്ട്രീയവും മതവും വർഗീയതയും കൊണ്ടുവന്ന് സംഘടനയെ വിഭജിക്കാൻ ശ്രമിക്കരുതെന്നും ശ്വേതാ മേനോൻ. പ്രസ്താവനകൾ പൊതുസമൂഹത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുവെന്ന് മാല പാർവതിയുടെ മറുപടി. മലയാള സിനിമയിലെ താരദമ്പതികൾക്കെതിരെ ഗുരുതര ആരോപണവുമായി നടൻ ജോജു ജോർജ്. പ്രമുഖ നടനും ഭാര്യയും ചേർന്ന് തനിക്കെതിരെ PR വർക്ക് നടത്തുന്നുവെന്ന് ആരോപണം. മലയാളത്തിലെ പല പ്രമുഖ താരങ്ങളും പെയ്ഡ് PR വർക്ക് ചെയ്യുന്നുണ്ടെന്നും ജോജു. ISIS-ന് സാമ്പത്തിക സഹായം നൽകുന്ന ശൃംഖലകൾ കണ്ടെത്താൻ ED. ബംഗളൂരുവിൽ 8 പരിശോധന. റെയ്ഡ് NIA കേസിന്റെ അടിസ്ഥാനത്തിൽ ട്രസ്റ്റുകൾ വഴി പ്രതികൾ ഭീകരപ്രവർത്തനത്തിന് ഫണ്ട് സ്വരൂപണം നടത്തിയെന്നു കേസ്. വിശദമായ വാർത്തകളിലേക്ക്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിന് പിന്തുണയുമായി പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെയും രാജി ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം. മുഖ്യമന്ത്രി V.D. സതീശൻ, AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ, പ്രിയങ്ക ഗാന്ധി MP തുടങ്ങി പ്രധാന നേതാക്കൾ നേതൃത്വം ഉണ്ട്. രാഹുലിനൊപ്പം സമരത്തിലുണ്ട് എന്നുള്ളതാണ്. കൂടുതൽ വിവരങ്ങളുമായി കിരൺ ബാബു ചേരുകയാണ്. കിരണ്, ഇത് അസാധാരണമായ പ്രതിഷേധമാണ്. തുടക്കത്തിൽ ഒരു ചെറിയ സമരം, സർക്കാർ അത് ഗൗനിച്ചില്ല. ഇപ്പോൾ കാര്യമായി കൂടുതൽ പിന്തുണ സമരത്തിനേറുകയാണ്. അതെ, അസാധാരണമായ ഒരു സമരമാണ് ഇപ്പോൾ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് വരുന്ന യുവാക്കൾ ഡൽഹിയിലെ തെരുവുകളിൽ സമരം ചെയ്യുന്നു. ഇന്നലെ ആ സമരത്തെ പോലീസ് അതിശക്തമായി തന്നെയാണ് നേരിട്ടത്. ഇന്ന് ആ വിഷയം പ്രതിപക്ഷം പാർലമെന്റിൽ ഉന്നയിക്കുന്നു. പാർലമെന്റ് ഇരുസഭകളും പലതവണ ചേരാൻ തുടങ്ങിയെങ്കിലും പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. അത് തുടർച്ചയായി മാറ്റിവെക്കുകയായിരുന്നു. എന്തായാലും നാളത്തേക്ക് അത് പിരിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷമാണ് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിപക്ഷ നേതാവ്
രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ സമരം ആരംഭിച്ചത്. കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും അടക്കം കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ, 2 സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ, കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറും കേരള മുഖ്യമന്ത്രി VD സതീശനും അടക്കം ഈ സമരത്തിലുണ്ട്. ഇവർ സമരം ചെയ്യുമ്പോൾ തുടക്കത്തിൽ ഇത് സമരക്കാരെ എല്ലാവരെയും ബലം പ്രയോഗിച്ച് നീക്കുക എന്നുള്ള രീതിയാണ് പോലീസ് ഉപയോഗിച്ചത്. അങ്ങനെ തുടക്കത്തിൽ ഡീൻ കുര്യാക്കോസ് MP അടക്കമുള്ളവരെ, PC വിഷ്ണു അടക്കമുള്ളവരൊക്കെ ബലം പ്രയോഗിച്ചുകൊണ്ട് പോലീസ് നീക്കം ചെയ്തിരുന്നു. പോലീസ് ഇങ്ങനെ നേതാക്കളെ ബലം പ്രയോഗിച്ച് നീക്കിയാൽ സമരം മറ്റൊരു തരത്തിലേക്ക് മാറും എന്നുള്ള മുന്നറിയിപ്പ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നോ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായി. അതിനുശേഷം പിന്നീട് അങ്ങനെ ആ തരത്തിലേക്ക് ബലം പ്രയോഗിച്ച് നീക്കുന്നത് നിർത്തി. കേന്ദ്രത്തിൽ നിന്ന് പാർലമെന്ററി കാര്യ ചുമതലയുള്ള മന്ത്രി തന്നെ ജിതേന്ദ്ര സിംഗ് തന്നെ നേരിട്ട് വന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തി. പക്ഷേ ആ ചർച്ചയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമവായം രൂപപ്പെട്ടില്ല. വീണ്ടും സമരം അവിടെ തുടരുകയാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാക്കൾ പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിൽ സമരം തുടരുകയാണ്. ഒരു ഭാഗത്ത് കോൺഗ്രസുകാർ സമരം ചെയ്യുമ്പോൾ മറുഭാഗത്ത് CJPയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് വരുന്ന യുവാക്കൾ ഇന്നും സമരം തുടരുകയാണ്. കിരൺ ബാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അസാധാരണമായ പ്രതിഷേധത്തിനാണ് ഇപ്പോൾ ഡൽഹി സാക്ഷ്യം വഹിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇപ്പോൾ അമിത്ഷാ ഇടപെട്ട് ഒരു ചർച്ച നടക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. കോൺഗ്രസ് കൂടി സമരമുഖത്തേക്ക് വന്നപ്പോൾ സമരത്തിൻ്റെ രൂപവും ഭാവവും മാറുന്നു എന്നുള്ളതാണ് പ്രത്യേകത. എന്തായാലും ഇനിയും ഈ സമരം ഗൗനിക്കാതെ സർക്കാരിന് മുന്നോട്ട് പോകാനും ആവില്ല. മറ്റു വാർത്തയിലേക്ക്. പശ്ചിമേഷ്യയിൽ US ഇറാൻ സൈനിക ഏറ്റുമുട്ടൽ കൂടുതൽ രൂക്ഷമാകുന്നതിനിടെ ഇറാനെതിരെ പൂർണ്ണമായ ഒരു യുദ്ധത്തിലേക്ക് കടക്കാൻ US-ന്റെ പക്കൽ ആവശ്യത്തിന് മിസൈൽ ശേഖരമില്ലെന്ന് പെന്റഗൺ ഉദ്യോഗസ്ഥന്റെ മുന്നറിയിപ്പ്. വ്യോമ പ്രതിരോധ മിസൈലുകളുടെയും ദീർഘദൂര ആയുധങ്ങളുടെയും ദൗർലഭ്യം US-ന്റെ സൈനിക നീക്കങ്ങളെ കാര്യമായി പരിമിതപ്പെടുത്തിയേക്കുമെന്നാണ് വൈറ്റ് ഹൗസ് ചർച്ചകളുമായി ബന്ധപ്പെട്ട് US ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയത്. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, ഇപ്പോൾ അല്പം മുമ്പാണ് US സൈനികർക്കുണ്ടായ നാശം, ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് അവർക്കേറ്റ പരിക്ക് ഒക്കെ പെന്റഗൺ വെളിപ്പെടുത്തിയത്. ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് പെന്റഗണും വൈറ്റ് ഹൗസും പെന്റഗണുമായി തർക്കമുണ്ട് യുദ്ധത്തിൻ്റെ എന്ന കാര്യത്തിൽ നേരത്തെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ആയുധങ്ങളുമായി ബന്ധപ്പെട്ടും ആശങ്കയിലാണോ അമേരിക്ക? ഈ പെന്റഗൺ യുദ്ധത്തെ സംബന്ധിച്ച് ഓരോ വിവരങ്ങൾ പുറത്തുവിടുമ്പോഴാണ് US കോൺഗ്രസിൽ വലിയൊരു ഭൂകമ്പം തന്നെ ഉണ്ടാകുന്നത്. ഇപ്പോൾ US-ന്റെ പ്രതിരോധ സെക്രട്ടറി ആയിട്ടുള്ള പീറ്റ് ഹെഗ്സെറ്റ് US ലോ മേക്കേഴ്സ് കോൺഗ്രസിൽ ഹാജരാകാനിരിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ടാണ് പെന്റഗന്റെ ഭാഗത്ത് നിന്ന് ചില പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ സ്ഥിരീകരിക്കാവുന്ന ഒരു റിപ്പോർട്ട് പരിക്കേറ്റ US സൈനികരെ സംബന്ധിച്ചാണ്. അതായത് പെന്റഗൺ ഇപ്പോൾ നിലവിൽ പുറത്തുവിട്ടിട്ടുള്ള ഒരു കണക്ക് പ്രകാരം ജൂലൈ 7 മുതൽ, അതായത് ഇപ്പോൾ നിലവിൽ 2ാം ഘട്ട ആക്രമണങ്ങൾ ആരംഭിച്ചതിന് ശേഷം, പ്രത്യേകിച്ച് ജൂലൈ 7 മുതലുള്ള കണക്കാണ് പെന്റഗൺ എടുത്തു പറയുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഏതാണ്ട് 100 അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റതായിട്ടാണ് പുറത്തുവിട്ടിട്ടുള്ളൊരു കണക്കുകൾ. എന്നാൽ ഈ പരിക്കുകൾ പലതും ഗുരുതരമല്ലെന്നും പെന്റഗൺ എടുത്ത് സൂചിപ്പിക്കുന്നുമുണ്ട്. ഈ ബജറ്റിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ ഈ ആയുധ ശേഖരത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങളും പെന്റഗൺ ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ടതല്ല. പെന്റഗണിലുള്ള ചില ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ചില മാധ്യമങ്ങളാണ് ഇത്തരം വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത്. അതായത് പശ്ചിമേഷ്യയിൽ ഇറാനെ നേരിടാൻ വേണ്ടി US-ന്റെ കയ്യിൽ പരിമിതമായിട്ടുള്ള യുദ്ധോപകരണങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളതെന്നാണ് ഈ ഉദ്യോഗസ്ഥൻ പെന്റഗന്റെ ഈ പ്രത്യേക യോഗത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് എന്നാൽ നമുക്ക് സ്ഥിരീകരിക്കാവുന്ന മറ്റ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പ്രതിരോധ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും അല്ലെങ്കിൽ പ്രസിഡന്റ് ഭാഗത്തു നിന്നാണെങ്കിലും മറ്റ് വിവരങ്ങളൊന്നും നിലവിൽ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഇതൊരു അഭ്യൂഹം മാത്രമാണ്. പക്ഷേ ഇതൊരു അതിശയോക്തി കലർന്ന ഒരു വാർത്തയുമാണ്. കാരണം ട്രംപ് ആദ്യം മുതൽ തന്നെ വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യം, US-ന്റെ സേന പശ്ചിമേഷ്യയിൽ നിന്ന് പിൻവലിയുന്നില്ല, ഇപ്പോഴും യുദ്ധക്കപ്പലുകളും അതുപോലെ തന്നെ മറ്റ് യുദ്ധവിമാനങ്ങളും അടക്കമുള്ള US-ന്റെ എല്ലാ സന്നാഹങ്ങളും പശ്ചിമേഷ്യയിൽ തുടരുമെന്ന് ട്രംപ് ഒരു ധാരണാപത്രത്തിൽ ഒപ്പിട്ട സമയത്ത് തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ ഒരു സംഘർഷം അത് പെട്ടെന്ന് തന്നെ ഇറാനുമായിട്ട് പുനരാരംഭിക്കാൻ അമേരിക്കയ്ക്ക് സാധ്യമായതും ഇത്തരം ഉപകരണങ്ങൾ അവിടെ ഉള്ളതുകൊണ്ടാണ്. മാത്രമല്ല ഹോർമുസ് കടലിടുക്കിലുള്ള US ഉപരോധം ഇപ്പോൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ ഒമാൻ തീരത്തുകൂടി കപ്പലുകൾ കടന്നു പോകാൻ, അതായത് ഇപ്പോൾ US-ന്റെ അനുമതിയോടെ ഇറാൻ ബന്ധമില്ലാത്ത കപ്പലുകളാണെങ്കിലും ഒമാൻ തീരത്തുകൂടി കടന്നു പോകാൻ ശ്രമിച്ചാൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇത് ഏത് തരം വരെ ഇത് വിശ്വസിക്കണം എന്നുള്ള കാര്യത്തിൽ നമുക്ക്
ഇനിയും ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല. US ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വേണം ഇതിന് കൃത്യമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ലഭിക്കാൻ. എന്തായാലും US പ്രതിരോധ സെക്രട്ടറി ആയിട്ടുള്ള പീറ്റ് ഹെക്സെറ്റ് ഇന്ന് ഈ ലോ മേക്കേഴ്സ് കോൺഗ്രസിന് മുന്നിൽ ഹാജരായതിനു ശേഷം യുദ്ധത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളെല്ലാം പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവച്ചു. ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ VS അച്യുതാനന്ദൻ അനുസ്മരണ ചടങ്ങ് നടക്കുകയാണ്. തത്സമയ സംപ്രേഷണം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കം ഈ പരിപാടിയുടെ ഭാഗമാകുന്നു. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി സംസാരിക്കും. കുടിയാന്റെ കയ്യിലുള്ള ഭൂമി സുരക്ഷിതമാക്കാൻ ജനങ്ങളാകെ മുന്നിട്ടിറങ്ങുന്ന ഒരു കാഴ്ച, കമ്മ്യൂണിസ്റ്റുകാർ മുഴുവൻ ഇറങ്ങുന്ന കാഴ്ച. എന്താണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിൽ നൽകിയത് എന്ന് ഇപ്പോഴും തിരിഞ്ഞു ചോദിക്കുന്ന ചില ആളുകളുണ്ട്. അവരോടുള്ള കൃത്യമായ ഉത്തരം, അത് അധസ്ഥിതരായി പാവപ്പെട്ട കർഷക തൊഴിലാളി ഏത് നിമിഷം വേണമെങ്കിലും കുടി ഒഴിപ്പിക്കാൻ ജന്മിക്ക് അവകാശമുണ്ടായിരുന്ന കാലത്തിൽ നിന്ന് മാറി നിയമം നിർമ്മിക്കുകയും ആ നിയമത്തിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളെ അണിനിരത്തി ഈ കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം ഒരു വില്ലേജ് ഒഴിയാതെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഭൂമി സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അതിശക്തമായ അടിച്ചമർത്തലുകൾ ഉണ്ടായിട്ടുണ്ട്, രക്തസാക്ഷിത്വം ഉണ്ടായിട്ടുണ്ട്. 10-18 സഖാക്കളെ ആ സന്ദർഭത്തിൽ മൃഗീയമായിട്ട് കൊന്നിട്ടുണ്ട്. ഭാർഗവി പോലെയുള്ള സ്ത്രീ സഖാക്കളെ വെടിവെച്ച് കൊന്നിട്ടുണ്ട് ഈ ആലപ്പുഴയിൽ. ഈ എല്ലാ തരത്തിലുള്ള കടന്നാക്രമങ്ങളെയും അഭിമുഖീകരിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അഭിമാനത്തോടെ പറയാം, അതിൻ്റെ ഭൂതകാല ചരിത്രത്തിൽ ഇവിടെ 36 ലക്ഷം വരുന്ന കുടുംബങ്ങൾക്ക് 5 സെന്റ് മുതൽ 15 ഏക്കർ വരെ ഭൂമി നൽകാൻ കഴിഞ്ഞ ചെങ്കൊടി പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര ഭൂമിയിലാണ്. അതിന് നേതൃത്വം കൊടുത്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാവ് VSന്റെ ഉൾപ്പെടെയുള്ള നേതൃത്വത്തിലുള്ള പോരാട്ട ഭൂമിയിലാണ് നമ്മൾ ഈ സ്മരണ പുതുക്കുന്ന ദിവസം ആചരിക്കുന്നത്. ഇതൊരു പുതിയ കാഴ്ചപ്പാടാണ്, ഒരു പുതിയ പ്രത്യയശാസ്ത്രമായ ഉൾക്കാമ്പാണ്. തൊഴിലാളി വർഗം നേടിയ ഐതിഹാസികമായ പോരാട്ടത്തിൻ്റെ തുടക്കം അതാണ്. മൗലികമായ മാറ്റം, ഭൂബന്ധത്തിൽ വന്ന മാറ്റം. ആ ഭൂബന്ധത്തിൽ വന്ന മാറ്റത്തിൻ്റെ മേലെയാണ് യഥാർത്ഥത്തിൽ നമുക്കെല്ലാം അറിയുന്നത് പോലെ സഖാവ് VS അതിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ട് വരുന്നു. ഇവിടെ പറഞ്ഞല്ലോ മത്സരിച്ച കാര്യങ്ങളെല്ലാം, ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. പ്രതിപക്ഷ നേതാവായി വരുന്നു, 2 ഘട്ടങ്ങളിലായി. പിന്നീട് മുഖ്യമന്ത്രിയായിട്ട് വരുന്നു. കേരളത്തെ മാറ്റുന്ന ഏറ്റവും ഉജ്ജ്വലമായ, ഏറ്റവും ശക്തമത്തായ സാമൂഹ്യ പരിവർത്തനത്തിലേക്ക് നയിക്കുന്ന, ആധുനിക കേരളത്തെ നിർണ്ണയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മേഖലയിലെല്ലാം കൈവച്ച് മുമ്പോട്ടേക്ക് പോകാൻ കഴിയുന്ന ഒരവസ്ഥ. കഴിഞ്ഞ 10 വർഷക്കാലം സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാം ചേർത്തുകൊണ്ട് ലോകത്തിൻ്റെ മുമ്പിൽ അമർത്യാസൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു പുതിയ കേരളം. അതിനാൽ കേരള മോഡൽ എന്ന് അദ്ദേഹം 20 വർഷങ്ങൾക്ക് മുമ്പ് കേരള മോഡൽ എന്ന് പറഞ്ഞത് ഈ അമർത്യാസനാണ്. ഇപ്രാവശ്യത്തെ ഏറ്റവും അവസാനത്തെ സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു, ഞാൻ അന്ന് പറഞ്ഞത് തീർച്ചയായും അന്വർത്ഥമാക്കിയിരിക്കുന്നു. സാമൂഹിക ജീവിതത്തിന്റെ വളർച്ച, പാവപ്പെട്ട മനുഷ്യന്റെ മുന്നോട്ടുള്ള ജീവിതം. ആലപ്പുഴയിൽ VS അച്യുതാനന്ദൻ അനുസ്മരണം ഇന്ന് 1 വർഷമാവുകയാണ്. VS വിട്ടുപിരിഞ്ഞിട്ട് VSന്റെ അനുസ്മരണം നടക്കുന്നു. CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ VSനെ അനുസ്മരിക്കുന്നു. തത്സമയ സംപ്രേഷണമാണ് കണ്ടത്. വാരാന്ത പതിപ്പ് മുടങ്ങിയ സംഭവത്തിൽ ദേശാഭിമാനിയിൽ നടപടി. KR അജയനെ വാരാന്ത പതിപ്പിന്റെ ചുമതലയിൽ നിന്ന് മാറ്റി. അജയന്റെ വിശദീകരണം തള്ളിയാണ് നടപടി. പാലാ നഗരസഭയിൽ UDF ഭരണം വീണു. കോൺഗ്രസ് സഹകരണത്തോടെ LDFന്റെ അവിശ്വാസ പ്രമേയം പാസായി. 4 കോൺഗ്രസ് കൗൺസിലർമാർ പിന്തുണ നൽകിയതോടെയാണ് UDF ഭരണം വീണത്. കോൺഗ്രസ് വിമതയായി മത്സരിച്ച് ജയിച്ച മായ രാഹുലും അവിശ്വാസത്തെ പിന്തുണച്ചു. പാലാ നഗരസഭയിൽ ഏതാണ്ട് 1.5 മാസമായി തുടർന്ന രാഷ്ട്രീയ നാടകങ്ങൾക്ക് ഒരു താൽക്കാലിക വിരാമം എന്ന് പറയുന്ന നിലയിലേക്കാണ് ഫലത്തിൽ ഒരു ഭരണമാറ്റം ഫലത്തിൽ സംഭവിക്കാൻ പോകുന്നത്. സ്വതന്ത്ര കൂട്ടായ്മ UDFന്റെ ഭാഗമായുള്ള സ്വതന്ത്ര കൂട്ടായ്മയുടെ ഭരണം വീഴുന്നു. അതിനും എതിർചേരിയിലുള്ള കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രമേയത്തെ, LDFന്റെ പ്രമേയത്തെ പിന്തുണച്ചത് കോൺഗ്രസ് കൗൺസിലർമാരാണ് എന്നുള്ളതാണ് ഏറ്റവും രാഷ്ട്രീയമായി ശ്രദ്ധേയമാകുന്നത്. ഫലത്തിൽ പാലായിലൊരു കേരള കോൺഗ്രസ്, ഇപ്പുറത്ത് കോൺഗ്രസ് പാലം എന്ന നിലയിൽ സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഒരു ചേരി രൂപപ്പെടുന്ന ഒരു തുടക്കം, സഖ്യത്തിന് തുടക്കം തുടങ്ങുന്ന കാഴ്ചയാണ് ഇന്ന് പാലയിൽ കാണാൻ സാധിച്ചത്. എന്നാൽ അതിനെ പരിപൂർണമായും തള്ളിക്കളയുകയാണ് കോട്ടയം DCC നേതൃത്വം. ഇവർക്കെതിരെ ഏറ്റവും പ്രധാന
പ്രധാനപ്പെട്ടത് ഇപ്പോൾ സസ്പെൻഷനോ പുറത്താക്കലോ എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് മറ്റ് നടപടി, അതായത് ഇവരെ അയോഗ്യരാക്കാനുള്ള നടപടി എടുക്കുമെന്നാണ് DCC അധ്യക്ഷൻ നാട്ടകം സുരേഷ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാലും അതേതറ്റം വരെ പോകും എന്നുള്ളത് വ്യക്തമല്ല. ഒരു കാര്യം ഉറപ്പാണ്, കോൺഗ്രസിന്റെ കൗൺസിലർമാർ ഫലത്തിൽ താൽക്കാലികമായി മാറ്റം നിർത്തപ്പെട്ടാൽ പോലും കോൺഗ്രസിന്റെ കൗൺസിലറായി കൈപ്പത്തിയിൽ ജയിച്ചു വന്നവർ തന്നെ അപ്പുറത്ത് കേരള കോൺഗ്രസുമായി എമ്മുമായി ചേർന്നുകൊണ്ടൊരു ഭരണത്തിന് തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ കാണാൻ കഴിയുന്നത്. കോൺഗ്രസ് ചില കടുത്ത നിലപാടൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് ഒപ്പമുള്ള ജോസഫ് ഗ്രൂപ്പ് അംഗങ്ങളെ അടക്കം തൃപ്തിപ്പെടുത്തുന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ KDP മാണി സി കാപ്പനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതിനപ്പുറത്തേക്കൊരു ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു ശത്രുതയായി ഇപ്പോഴത്തെ ഈ നീക്കത്തെ കാണാൻ കഴിയില്ല. കുറച്ചു കാലം മാറ്റി നിർത്തുക, അതിനുശേഷം വീണ്ടും പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കാനുള്ള സാധ്യതയൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പാലയിൽ ഇനിയും രാഷ്ട്രീയ നാടകങ്ങൾ തുടരും. അതേതൊക്കെ രീതിയിലാണ് എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഇപ്പുറത്തെ UDF ഇനിയും ഏതാണ്ട് 9 പേരിലേക്ക് ഫലത്തിൽ ഒതുങ്ങുകയാണ്. ഈ ഇപ്പുറത്തുള്ള 3 പേർ കേരള കോൺഗ്രസിൻ്റെ ജോസഫ് വിഭാഗവും 3 സ്വതന്ത്രരും ഒപ്പം തന്നെ മറ്റ് KDPയുടെ ഒരു അംഗവും മറ്റ് 2 പേർ കോൺഗ്രസ് അംഗവും. കോൺഗ്രസിൻ്റെ 2 പേർ ഇപ്പോഴും ഇപ്പുറത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും മായ രാഹുലോ അതല്ലെങ്കിൽ കോൺഗ്രസ് ചിഹ്നത്തിൽ ജയിച്ചു തന്നെ വന്ന ലിസിക്കുട്ടിയെ പോലുള്ള ആരെങ്കിലും ഒരാൾ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. അവരെ ഫലത്തിൽ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന നിലപാടിലേക്കായിരിക്കും കേരള കോൺഗ്രസും LDFും പോവുക. എന്തായാലും പാലയിൽ ഇനിയും രാഷ്ട്രീയ നാടകം തുടരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സിക്കിമിൽ തുരങ്ക നിർമ്മാണത്തിനിടെയുണ്ടായ മണ്ണിടിച്ചിലിൽ മരണസംഖ്യ 11ആയി. 25ഓളം പേർ തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് നിഗമനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിക്കിം മുഖ്യമന്ത്രി പ്രേം സിംഗ് തമാങ് ഖോലയുമായി സംസാരിച്ച് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു എന്നാണ് വിവരം. സംഭവത്തിൽ ഇരു നേതാക്കളും ദുഃഖം രേഖപ്പെടുത്തി. നിലവിൽ ജില്ലാ ഭരണകൂടത്തിനോടൊപ്പം NHPC, SDRF, NDRF, സിക്കിം പോലീസ്, അഗ്നിരക്ഷാസേന എന്നീ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ സംയുക്തമായാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നത്. തുരങ്കത്തിനുള്ളിൽ മീഥെയിൻ വാതകത്തിന്റെ അളവ് ഉയർന്നത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നുണ്ട്. സിക്കിമിലെ സമ്മർ തുരങ്കത്തിൽ തിങ്കളാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് അപകടമുണ്ടായത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ആരോപണ വിധേയർ താൻ ഉള്ളിടത്തോളം കാലം അമ്മയുടെ തലപ്പത്ത് വരില്ലെന്ന് ശ്വേതാ മേനോൻ. താൻ ഉയർത്തിയ യഥാർത്ഥ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നു. അമ്മ സംഘടനയെ രാഷ്ട്രീയവും മതവും വർഗീയതയും കൊണ്ടുവന്ന് തകർക്കാൻ, വിഭജിക്കാൻ ശ്രമിക്കരുത്. വിട്ടുവീഴ്ചയ്ക്ക് ഇല്ലെന്നും പോരാട്ടത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ശ്വേതാ മേനോൻ ഫേസ്ബുക്കിൽ കുറിച്ചു. അമ്മയുടെ തലപ്പത്തേക്ക് വരാൻ ശ്രമിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കുറ്റാരോപിതർ ആരൊക്കെയെന്ന് ശ്വേത വ്യക്തമാക്കണമെന്ന് നടി മാല പാർവതിയുടെ ചോദ്യം. സിദ്ദിഖ്, ബാബുരാജ്, ഇടവേള ബാബു എന്നിവർക്കെതിരെയുള്ള കുറ്റാരോപണങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളതല്ല. ഇവർ നേരത്തെ തന്നെ സംഘടനാ തലപ്പത്തേക്ക് ഇല്ലെന്ന് വ്യക്തമാക്കിയവരാണ്. ഫേസ്ബുക്ക് പോസ്റ്റിലെ ആരോപണങ്ങൾ പൊതുസമൂഹത്തോടും സംഘടനാംഗങ്ങളോടും വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്തം ശ്വേതയ്ക്കുണ്ട്. ശ്വേതയുടെ പ്രസ്താവനകൾ പൊതുസമൂഹത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുവെന്നും മാല പാർവതി പറഞ്ഞു. മലയാള സിനിമയിലെ താരദമ്പതികൾക്കെതിരെ ഗുരുതര ആരോപണവുമായി നടൻ ജോജു ജോർജ്. മലയാള സിനിമയിലെ പ്രമുഖ നടനും ഭാര്യയും ചേർന്ന് തനിക്കെതിരെ PR വർക്ക് നടത്തുന്നുവെന്നാണ് ജോജുവിൻ്റെ ആരോപണം. ഇൻസ്റ്റാഗ്രാം ലൈവിലൂടെ ആയിരുന്നു ജോജു ജോർജിൻ്റെ പ്രതികരണം. നടനും ഭാര്യയും കൂടാതെ മലയാളത്തിലെ പല പ്രമുഖ താരങ്ങളും പെയ്ഡ് PR വർക്ക് ചെയ്യുന്നുണ്ടെന്നും ജോജു ആരോപിച്ചു. വരവ് സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ടാണ് നടൻ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് വന്നത്. സിനിമയ്ക്കെതിരെ ആസൂത്രിത നെഗറ്റീവ് ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ടെന്നും ജോജു പറഞ്ഞു. എന്നാൽ നടൻ്റെ അപ്രതീക്ഷിതമായ ഈ വെളിപ്പെടുത്തലിൻ്റെ ഞെട്ടലിലാണ് മലയാള സിനിമാ ലോകം. ജോജു ലക്ഷ്യം വെച്ചത് മലയാളത്തിലെ ഏത് താരദമ്പതികളെയാണ് എന്നാണിപ്പോൾ സിനിമാ ലോകം ചർച്ച ചെയ്യുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉപേക്ഷിച്ച് BJPക്കെതിരെ ഒരുമിച്ച് നിൽക്കണമെന്ന് പശ്ചിമ ബംഗാളിലെ പ്രതിപക്ഷ പാർട്ടികളോട് അഭ്യർത്ഥിച്ച് മുൻ മുഖ്യമന്ത്രിയും TMC നേതാവുമായ മമതാ ബാനർജി ബിർള പ്ലാനറ്റോറിയത്തിന് സമീപം സംഘടിപ്പിച്ച രക്തസാക്ഷി ദിന റാലിയിൽ സംസാരിക്കുകയായിരുന്നു അവർ. TMC വിട്ടുപോയ നേതാക്കളെ വഞ്ചകർ എന്ന് വിശേഷിപ്പിച്ച മമത ഇനി ഒരിക്കലും അവരെ പാർട്ടിയിലേക്ക് മടങ്ങി വരാൻ അനുവദിക്കില്ല എന്നും വ്യക്തമാക്കി. BJPക്കെതിരെ പോരാടാൻ ബംഗാളിൽ എല്ലാവരും ഇന്ത്യ സഖ്യത്തിന് കീഴിൽ ഒത്തുചേരണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് യാതൊരുവിധ ഈഗോയുമില്ല. ഭിന്നതകൾ മാറ്റിവെച്ച് എല്ലാവരും ഒത്തുചേർന്ന് പോരാടാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എന്നും മമത പറഞ്ഞു. കോൺഗ്രസിൻ്റെയോ CPMൻ്റെയോ പേരെടുത്ത് പറയാതെയായിരുന്നു മമതയുടെ പ്രസ്താവന.
ISISന്റെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന ശൃംഖലകൾ കണ്ടെത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ബംഗളൂരുവിൽ 8 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തി. NIA കേസിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. ISുമായി ബന്ധമുള്ള 5 പ്രതികൾക്കെതിരെ NIA നേരത്തെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. വ്യക്തികളിലൂടെയും ട്രസ്റ്റുകൾ വഴിയും പ്രതികൾ ഭീകരപ്രവർത്തനത്തിന് ഫണ്ട് സ്വരൂപണം നടത്തിയെന്നാണ് ആരോപണം. വ്യക്തിത്വ വികസന വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിച്ചാണ് യുവാക്കളെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിക്കുന്നത്. മാധ്യമ വക്താക്കൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി KPCC. ചർച്ചകളിൽ പാർട്ടി നിലപാടുകൾ മാത്രമേ മാധ്യമ വക്താക്കൾ പറയാൻ പാടുള്ളൂ. മാധ്യമ വിഭാഗത്തിന് ചുമതലയുള്ള ദീപ്തി മേരി വർഗീസാണ് വക്താക്കൾക്ക് കത്ത് നൽകിയത്. പ്ലീഡർ നിയമന വിഭാഗത്തിലെ പരസ്യ വാക്പോരിന്റെ പശ്ചാത്തലത്തിലാണ് KPCCയുടെ ഇടപെടൽ. KPCC വക്താക്കളായ ജിൻഡോ ജോണും അതോടൊപ്പം അനൂപ് വിയറും ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുത്ത തീരുമാനങ്ങളെ പരസ്യമായി തന്നെ വിമർശിച്ചുകൊണ്ട് സമൂഹമാധ്യമങ്ങളിലൂടെ പോസ്റ്റുകൾ ഇടുകയും മാധ്യമ ചർച്ചകളിൽ എതിർ നിലപാട് സ്വീകരിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് VD പക്ഷം അതിനെതിരെ നേതൃത്വത്തെ സമീപിച്ചത്. KPCCക്ക് രാജു പി നായർ കത്ത് നൽകുകയായിരുന്നു. ഈ വക്താക്കളെ KPCCയുടെ ഔദ്യോഗിക വക്താവ് സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന ആവശ്യമാണ് ഈ പരാതിയിൽ ഉന്നയിച്ചത്. അതിന് പിന്നാലെയാണ് ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ KPCC നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. മാധ്യമ വിഭാഗത്തിന്റെ ചുമതലയുള്ള ദീപ്തി മേരി വർഗീസാണ് KPCCയുടെ വക്താക്കൾക്ക് ഔദ്യോഗികമായി നോട്ടീസ് അയച്ചിരിക്കുന്നത്. ആ നോട്ടീസിൽ എടുത്തു പറയുന്ന കാര്യം, മാധ്യമങ്ങളിൽ പരസ്യമായി ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ പാർട്ടി നിലപാടുകൾക്ക് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കാൻ പാടില്ല. അത്തരം പരസ്യമായ പ്രസ്താവനകളും പ്രതികരണങ്ങളും നടത്താൻ പാടില്ല. അത് പാർട്ടിയുടെ പ്രഖ്യാപിതമായ നിലപാടിന് വിരുദ്ധമാകും. അത്തരമൊരു സമീപനം ആരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന കൃത്യമായ സന്ദേശമാണ് ഈ കത്തിലൂടെ വക്താക്കൾക്ക് നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തർക്കങ്ങളിലേക്ക് പ്രശ്നം പോകാതിരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് KPCC നേതൃത്വം അടിയന്തരമായ വിഷയത്തിൽ ഇങ്ങനെയൊരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതി MK റാമിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യും. 2 ദിവസത്തിനകം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം. റാമിനെ കോടതി വിട്ടയച്ചത് നടപടിക്രമങ്ങളിലെ വീഴ്ചയെ തുടർന്നാണ് ആരോപണം. നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിയായ MK റാമിന്റെ അറസ്റ്റ് വൈകിയതിൽ ഉത്തരമേഖല IGയോട് വിശദീകരണം ചോദിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അന്വേഷണത്തിന് പുതിയ സംഘത്തെ നിയോഗിച്ചുവെന്നും അജിത ബീഗം മേൽനോട്ടം വഹിക്കുമെന്നും മന്ത്രി അറിയിച്ചു. നിലവിലെ അന്വേഷണത്തിൽ കുടുംബത്തിന് തൃപ്തിയില്ലെന്ന പരാതിയെ തുടർന്നാണ് പുതിയ സംഘമെന്നും ചെന്നിത്തല പറഞ്ഞു. പുതിയൊരു അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് ഇന്നലെ അതിന് ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും ഇതിനെ അന്വേഷിക്കാൻ പോകുന്നത്. അതിനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വീണ്ടും കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യം, കോടതിയിൽ നിന്ന് വിട്ടയച്ച ശേഷം വീണ്ടും കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നു, പിന്നീട് മറ്റൊരിടത്ത് കൊണ്ട് വിട്ടയക്കുന്നു. അല്ല, അതിനെപ്പറ്റി അദ്ദേഹം പറഞ്ഞ റിപ്പോർട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്താ സംഭവിച്ചതെന്നുള്ളത്. ഉത്തരമേഖല IGയോട് റിപ്പോർട്ട് ചോദിച്ചു. വളരെ വൈകിയാണ് അറസ്റ്റ് ഉണ്ടായത്. കോടതി അടക്കം വലിയ പ്രശ്നം ചൂണ്ടിക്കാട്ടിയപ്പോൾ അല്ല, അതിനകത്ത് ജാഗ്രത കുറവൊന്നുമില്ല. പോലീസ് പരമാവധി അതിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ഫോൺ കോളുകൾ പരിശോധിച്ചിരുന്നു. വളരെ ശക്തമായി തന്നെ അവര് അന്വേഷിച്ചിരുന്നു. പ്രോസിക്യൂട്ടറെ അറിയിച്ചില്ലെന്ന് പറയുന്നുണ്ടല്ലോ. അല്ല, അതെന്താണ് സംഭവിച്ചതെന്നുള്ളത് ഞാൻ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. യുക്രൈനിൽ റഷ്യൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശി അഖിൽ ജോയന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ വിദേശകാര്യ മന്ത്രാലയം ആരംഭിച്ചു. 4 ഇന്ത്യക്കാർ ഉൾപ്പെടെ 10 പേരാണ് മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 1 മാസം മുൻപാണ് വിവാഹ നിശ്ചയം ഉറപ്പിച്ച് അഖിൽ ജോലി സ്ഥലത്തേക്ക് മടങ്ങിയത്. ജോയൻ സാലി ദമ്പതികളുടെ ഏക മകനാണ് അഖിൽ. കാസർഗോഡ് ജില്ലയിലെ മലയോര മേഖലയായ വെള്ളരിക്കുണ്ടിനെ സംബന്ധിച്ചിടത്തോളം അഖിൽ ജോയിന്റെ വിയോഗം ഏറെ അപ്രതീക്ഷിതമായിരുന്നു. 1 മാസം മുൻപാണ് അഖിൽ ജോയൻ നാട്ടിലേക്ക് വന്നത്. അതിനുശേഷം വിവാഹം ഉറപ്പിച്ചാണ് വീണ്ടും ജോലിക്ക് മടങ്ങിയത്. വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒരുപോലെ പ്രിയപ്പെട്ടവനായിരുന്നു അഖിൽ ജോയൻ. എന്തായാലും അഖിൽ ജോയൻ ഇന്നലെ ഉച്ചക്കാണ് ഇങ്ങനെ കൊല്ലപ്പെട്ടു എന്ന വിവരം ബന്ധുക്കൾക്ക് ലഭിക്കുന്നത്. ഇമെയിൽ സന്ദേശം വരികയായിരുന്നു. അതിനുശേഷം വൈകിട്ടോടുകൂടി അഖിൽ ജോയിന്റെ മൃതദേഹം തിരിച്ചറിഞ്ഞു എന്നൊരു വിവരം കൂടി ബന്ധുക്കൾക്ക് ലഭിച്ചിട്ടുണ്ട്. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ വിദേശകാര്യ മന്ത്രാലയം ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഒരു ചരക്ക് കപ്പലിന് നേരെ ഇത്തരത്തിൽ ഒരു ആക്രമണം നടന്നതിൽ ഇന്ത്യ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. അഖിൽ ജോയിൻ ഉൾപ്പെടെ 10 പേരാണ് ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇതിൽ 4 പേർ ഇന്ത്യക്കാരാണ്. എന്തായാലും 19-ാം വയസ്സിൽ കപ്പലിൽ ജോലിക്ക് കയറിയ അഖിൽ ഈ കുടുംബത്തിന്റെ ഏക അത്താണിയാണ്. വളരെ സാധാരണപ്പെട്ടൊരു കുടുംബമാണ് ഇവരുടേത്. അഖിൽ ജോയിന്റെ അച്ഛൻ ജോയിൻ ചിറ്റാരിക്കാലിലെ ഒരു ഹാർഡ്വെയർ കടയിലെ സെയിൽസ്മാനാണ്. അമ്മ
ഒരു പിഗ്മി ബാങ്കിലെ പിഗ്മി കളക്ടറാണ്. അങ്ങനെ വളരെ സാധാരണപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ ഏക അത്താണിയാണ് നഷ്ടപ്പെട്ടത്. മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ കുടുംബം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഏതായാലും മുംബൈ ആസ്ഥാനമായുള്ള കപ്പലിലാണ് ഈ അഖിൽ ജോയൻ ജോലി ചെയ്തിരുന്നത്. ഇത്രയും വലിയ കാലയളവിൽ കപ്പലിൽ ജോലി ചെയ്യുന്ന അഖിൽ നാട്ടിലെത്തുമ്പോൾ സുഹൃത്തുക്കൾക്കൊപ്പം ഒക്കെ സമയം ചെലവഴിക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ സുഹൃത്തുക്കൾക്കൊക്കെ അഖിൽ ജോയിനെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. അങ്ങനെയുള്ള ഒരാളെയാണ് ഇത്തരത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഏതായാലും മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള നടപടി ഉണ്ടാകണമെന്നൊരാവശ്യമാണ് ഇപ്പോൾ ഇവർ ഉന്നയിക്കുന്നത്. അതോടൊപ്പം ഈ ഒരു വിവരം അറിഞ്ഞ് അഖിൽ ജോയിൻ്റെ മാതാവും പിതാവും ദേഹാസ്വസ്ഥതയെ തുടർന്ന് ഇപ്പോൾ ആശുപത്രിയിലാണ്. ഏതായാലും ബന്ധുക്കളെല്ലാം വീട്ടിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മൃതദേഹം വളരെ പെട്ടെന്ന് തന്നെ എത്തിക്കാനുള്ള നടപടി വേണമെന്നൊരാവശ്യമാണ് ഇവർ ഇപ്പോൾ ഉന്നയിക്കുന്നത്. BLM മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കെതിരെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി കേരള ഹൈക്കോടതി തള്ളി. മലപ്പുറം തിരൂർ സ്വദേശിയായ അനൂപ് നൽകിയ ഹർജിയാണ് തള്ളിയത്. ഹർജിക്കാരൻ ഉന്നയിച്ച ആരോപണങ്ങൾ വ്യക്തമായ തെളിവുകളില്ലാത്ത പൊതുവായ ആരോപണങ്ങളും അനുമാനങ്ങളും മാത്രമാണെന്നും കോടതി വിലയിരുത്തി. പുതിയ നിക്ഷേപങ്ങൾ തടസ്സപ്പെടുത്തുന്നതിനും BLMന്റെ വളർച്ചയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പരാതിക്കാരൻ ഹർജി നൽകിയതെന്ന് BLM ഫൗണ്ടർ ചെയർമാൻ R. പ്രേംകുമാർ ആരോപിച്ചു. കേസിൽ സൊസൈറ്റിക്ക് വേണ്ടി അഡ്വക്കേറ്റ് അസഫ് അലി, ഷിഹാബുദ്ദീൻ, T. ഷജിൻ ഹമീദ് എന്നിവരാണ് ഹാജരായത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.